എന്തെന്നാണ് സഹിക്കണതിന് ഒരു പരിധി എന്തൊക്കെയാ ഒന്നുമില്ല. ആ റഹ്മത്തിന്റെ അതിലെങ്ങനെ വേദന ഒരുത്ത വന്ന് ഷോൾഡർ തട്ടി ഞാൻ പൊയ്ക്കാരെ പൊയ്ക്കും വെറുതെ നിനക്ക് അങ്ങനെയല്ലേ ഉണ്ട് ഒഴിവാക്കി പിന്നെ നടന്നു പോകുമ്പോ തിരിച്ചു വന്നിട്ട് ബാക്കിൽ തട്ടി അപ്പോൾ ഒന്നും ചെയ്തില്ല. ഞാൻ തന്നെ ഒന്നും ചെയ്യാൻ ചെയ്തില്ല. നേരെ റഹ്മത്ത് കട കയറി ലിഫ്റ്റ് കയറാം. ലിഫ്റ്റ് കയറി ഓന്റെ പുള്ളി ലിഫ്റ്റ് കട കയറിയിട്ട് പറയാം എന്താ ഡയലോഗ് അടിച്ചാൽ പറ്റുന്നത്. അപ്പോൾ ഞാൻ മുണ്ടില്ല ഒന്നും ഭക്ഷണം പോലെ ഒന്നും മുണ്ടില്ല. ലിഫ്റ്റ് പുറത്തിറങ്ങിയപ്പോ ബാക്ക് നിന്റെ ഒറ്റയുണ്ട്. അത് ആ തിരിഞ്ഞ് മോന്തൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നു. എടുത്തു പോയൊക്കെ തട്ടേക്ക് ശ്വാസമൊന്നുമില്ല. ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കില്ല. ഞാൻ എണീച്ചെടുക്കും. സൈക്കിളിന് പരിധില്ലേ. ഇവിടെ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഒന്ന്, എന്ത് വന്നാലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്. അത് ശരിയാണോ തെറ്റാണോ നോക്കാണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഇംഗ്ലീഷിൽ നമുക്ക് സപ്പോർട്ടിങ് ബ്ലൈൻഡ്ലി എന്ന് പറയാം. ഓക്കെ, ഹീസ് ഗിവിംഗ് ഹിം എ ബ്ലൈൻഡ് സപ്പോർട്ട്. രണ്ടാമത്തേത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥ മൊത്തം മാറി മറയുന്നു. ഇതിന് ഇംഗ്ലീഷിൽ നമുക്ക് ടേൺ ഓഫ് ഇവന്റ്സ് എന്ന് പറയാം. അല്ലെ, ഇവിടെ ഏറെക്കുറെ അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്.